ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. ഈശോ അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ അവർക്കൊരു ഉറപ്പ് നൽകുകയാണ്. നിങ്ങൾ ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ദൈവം പ്രദാനം ചെയ്യും എന്ന്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതും ഇത് തന്നെയാണ്. ഒത്തിരിയേറെ ടെൻഷൻ ഉണ്ടല്ലേ, ആകുലതകളേറി സന്തോഷിക്കുവാനായിട്ട് സാധിക്കാതെ നിരാശപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. നമുക്കൊരിക്കലും ഒന്ന് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കാനായിട്ട് പറ്റുന്നില്ല. ഒത്തിരിയേറെ പ്രയാസങ്ങളും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുമായിട്ട് ഓരോ നിമിഷവും ഇവയെ ആലോചിച്ച് നീറി വേദനിച്ച് നമ്മൾ ജീവിക്കുകയാണ്. എന്നാൽ ഈശോ ഇന്നത്തെ വചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അതെ, നീ വേല ചെയ്യുന്നുണ്ടെങ്കിൽ ആഹാരത്തിന് അർഹനാണ്. നീ എനിക്ക് വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യുന്നത് എങ്കിൽ പ്രതിഫലം ഞാൻ നിനക്ക് പ്രദാനം ചെയ്യും. ദൈവത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നതൊന്നും ഒരിക്കലും നഷ്ടമല്ല എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും ഇന്ന് പലരും ചിന്തിക്കുന്നു, എന്തിനാ ഞാൻ പള്ളിയിൽ പോകുന്നത്, എന്തിനാ എൻ്റെ സമ്പത്ത് ഞാൻ ദൈവത്തിന് കൊടുക്കുന്നത്, എന്തിനാ ഞാൻ എൻ്റെ ആരോഗ്യം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. പലപ്പോഴും പലരും ചോദിച്ചുകൊണ്ട് ഇന്ന് ഇവയിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന വ്യക്തികളായിട്ട് മാറുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ വചനത്തിലെ ഈശോ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാ, നീ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്താല് എന്തൊക്കെ കാര്യങ്ങളാണോ നീ എനിക്ക് വേണ്ടി ചെയ്യുന്നത് അവ ഒരിക്കലും പാഴായി പോവുകയില്ല. അവയ്ക്കെല്ലാം പ്രതിഫലം ഞാൻ നിനക്ക് തരും. നിന്റെ സമയം നീ മാറ്റിവെച്ചാൽ, നിന്റെ ആരോഗ്യം മാറ്റിവെച്ചാൽ, നിന്റെ സമ്പത്ത് മാറ്റിവെച്ചാൽ അവയൊക്കെ പ്രതിഫലമായിട്ട് എൻ്റെ ദൈവം എനിക്ക് പ്രദാനം ചെയ്യുമെന്ന് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ടെൻഷൻ നമുക്ക് മാറ്റിവെക്കാം. ആകുലതകൾ മാറ്റിവെച്ചുകൊണ്ട് സന്തോഷിക്കാനായിട്ട്, സമാധാനത്തിൽ ജീവിക്കാനായിട്ട്, ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അവൻ എന്നെ കരുതുന്നുണ്ട്. എൻ്റെ ജീവിതത്തില് എനിക്ക് വേണ്ടത് കൃത്യസമയത്ത് അവൻ പ്രദാനം ചെയ്യുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട്, ആ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.